സർ, പിന്നിൽ നിന്നുള്ള ആരുടെയോ വിളി കേട്ടുകൊണ്ടാണ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന കോട്ടയം SP രാജൻ സക്കറിയെ തിരിഞ്ഞു നോക്കിയത്. ആ, പ്രദീപ് വരൂ, ഇരിക്കൂ. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അദ്ദേഹം ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സർ. കുറച്ചു മാസങ്ങളായി നമ്മുടെയൊക്കെ ഉറക്കം കളഞ്ഞ ആ 3 കൊലപാതക കേസുകൾ, അതിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായിരുന്നു. പക്ഷേ ആ കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് സാറിന്റെ അഭിപ്രായം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. രാജൻ സക്രിയയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ കസേരയിലേക്ക് അമർന്നിരുന്നു. ഒപ്പം കയ്യിലിരുന്ന വലിയൊരു ഡയറി മേശപ്പുറത്തേക്ക് വെച്ചു. സാധാരണ എല്ലാ കേസുകളിലും ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ഫയൽ ക്ലോസ് ചെയ്യും മുമ്പ് തന്റെ അഭിപ്രായം ആരായുന്നത് കൊണ്ട് തന്നെ രാജൻ സക്രിയയ്ക്ക് പ്രദീപിന്റെ വാക്കുകളിൽ തെല്ലും അതിശയോക്തി തോന്നിയില്ല. പക്ഷേ പ്രദീപ്, ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത് ADGP അനിത വാസുദേവാണ്. അപ്പോ നിങ്ങൾ അവരെയല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അത് സാരില്ല സർ, ഞാൻ മാഡത്തിനെ റിപ്പോർട്ട് ചെയ്തോളാം. പക്ഷേ അതിനു മുമ്പ് സാറ് കൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രാജൻ സക്കറിയയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രദീപ് കസേരയിൽ ഒന്നിളകിയിരുന്നു. ശരി, പറയൂ പ്രദീപ്. താങ്കളുടെ നിഗമനങ്ങളും പ്രതിയിലേക്ക് എത്തിച്ചേർന്ന അന്വേഷണ വഴികളും ഒപ്പം തെളിവുകൾ എത്രത്തോളം ശക്തമാണെന്നും എനിക്കറിയണം. എങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും സർ. അന്വേഷണം എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും. പറഞ്ഞുകൊണ്ട് പ്രദീപ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഒപ്പം മേശപ്പുറത്തിരുന്ന ഡയറി രാജൻ സക്രിയയുടെ നേർക്ക് നീട്ടി. സർ, ഇത് മുഴുവൻ അങ്ങ് വായിക്കണം. അതിനുശേഷം സാറ് പറയുന്നത് പോലെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഇത് പറഞ്ഞു തീർത്തുകൊണ്ട് പ്രദീപ് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത ശേഷം വാതിലിന് നേർക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അയാൾ ഒന്ന് നിന്നു. സർ, ഞാൻ പുറത്തുണ്ടാവും. പ്രദീപിന്റെ വാക്കുകൾക്ക് ഒരു മൂളൽ മറുപടിയായി നൽകിക്കൊണ്ട് രാജൻ സക്രിയ പതിയെ ആ ഡയറിയുടെ പുറം ചട്ടമറിച്ചു. അതിലെ ആദ്യത്തെ പേജിലെ വാക്കുകളിലൂടെ അയാളുടെ കണ്ണുകൾ ഒഴുകി നടന്നു. ഗായത്രി, ലിൻഡ, മരിയ. സീരിയൽ മർഡർ കേസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ പ്രദീപ് കുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ, കോട്ടയം നോർത്ത്. ഒട്ടും സമയം പാഴാക്കാതെ ആകാംക്ഷയോടെ അദ്ദേഹം അടുത്ത പേജ് മറിച്ചു. 2019 ജനുവരി 3 പുലർച്ചെ മൊബൈൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ഉറക്കച്ചടവോടെ കോൾ അറ്റൻഡ് ചെയ്തു. ചെവിയിലേക്ക് ചേർത്തപ്പോഴേക്കും മറുതരക്കിൽ നിന്നും പരിഭ്രാന്തമായ ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. സർ, എത്രയും വേഗം മാർക്കറ്റിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. ഇത്രയും പറഞ്ഞതും കോള് കട്ടായതും ഒരുമിച്ചായിരുന്നു. കേട്ട വാർത്ത വിശ്വസിക്കാനാകാതെ കിടക്കയിൽ നിന്നും ചാടിയെണീക്കുമ്പോൾ കേട്ടത് സത്യമാണോ അല്ലയോ എന്നൊരു സംശയം എന്നിൽ നിഴലിച്ചു. എങ്കിലും സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിച്ച ശേഷം ഞാൻ ഒട്ടും സമയം പാഴാക്കാതെ സ്പോട്ടിലേക്ക് തിരിച്ചു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. സംഭവം പറഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ മാറ്റി നിർത്താൻ സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസുകാരോട് പറഞ്ഞ ശേഷം ഞാൻ ബോഡി കിടന്നിരുന്ന ബസ് സ്റ്റോപ്പിനകത്തേക്ക് കയറി. പക്ഷേ ആ പെൺകുട്ടിയുടെ ബോഡി കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഒരു കൊലപാതകത്തിന്റെ യാതൊരു ലക്ഷണവും ആ ശരീരത്തിലില്ലായിരുന്നു. പിന്നെ എങ്ങനെ? അതൊരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിൽ വേരുറപ്പിച്ചു. അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തിയ ഫോറൻസിക്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് മുതലായവർ തങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഫോർമാലിറ്റികൾ തീർത്ത് എത്രയും വേഗം ബോഡി മാറ്റാനും ഒപ്പം എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്ത് ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തപ്പോഴേക്കും ASI സോമൻ എൻ്റെ അടുത്തെത്തി. അയാളുടെ ഒപ്പം ഏകദേശം 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു മധ്യവയസ്കനും ഉണ്ടായിരുന്നു. സർ, ഇവരാണ് ആദ്യം ബോഡി കണ്ടത്. ഇവർ തന്നെയാണ് സാറിന് വിവരം അറിയിച്ചതും. ഞാൻ എന്തെങ്കിലും ചോദിക്കും മുമ്പേ തന്നെ അയാൾ പറഞ്ഞു തുടങ്ങി. പാലായിൽ കോളേജിൽ പഠിക്കുന്ന മകളെ ഇന്നും രാവിലെ ബസ് കയറ്റി വിടാൻ വേണ്ടി എത്താറുണ്ടെന്നും എന്നാൽ ഇന്ന് വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് ഭയന്നുപോയെന്നും പിന്നെ എത്രയും വേഗം വിവരം അറിയിച്ചതുമുള്ള അയാളുടെ മൊഴി തൃപ്തികരമായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം അവരെ വിട്ടയക്കാൻ ഞാൻ സോമനോട് ആവശ്യപ്പെട്ടു. ഏകദേശം 9:30 ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെട്ടു. അധികം താമസിയാതെ തന്നെ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. വിളിച്ചത് കുമാരനല്ലൂർ സ്റ്റേഷൻ SI അജിത്തായിരുന്നു. അവിടെ തലേന്ന് രാത്രി രജിസ്റ്റർ ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസിലെ 24 വയസ്സുള്ള ഗായത്രി എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടതെന്നും അയച്ചു തന്ന ഫോട്ടോ ആ കുട്ടിയുടെ വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തുമെന്നുമായിരുന്നു അജിത്ത് എന്നോട് പറഞ്ഞത്. പിന്നീട് കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ
വിഷമുള്ളിൽ ചെന്നാണ് മരണമെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. കേസിന്റെ മുൻപോട്ടുള്ള നടത്തിപ്പിനാവശ്യമായി അന്ന് തന്നെ ഒരു അടിയന്തര യോഗം SP രാജൻ സക്കറിയ സാറിന്റെ ഓഫീസിൽ വിളിച്ചു ചേർക്കപ്പെട്ടു. SP രാജൻ സക്കറിയ, ADGP അനിത വാസുദേവ്, പിന്നെ ഡോക്ടർ മോഹൻകുമാർ, ഫോറൻസിക്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് ടീം അംഗങ്ങളുമായിരുന്നു ആ യോഗത്തിലുണ്ടായിരുന്നത്. അധികം വൈകിപ്പിക്കാതെ തന്നെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഡോക്ടർ മോഹൻ സംസാരിച്ചു തുടങ്ങി. ഗായത്രിയുടെ മരണകാരണം ഒരു പെസ്റ്റിസൈഡ് വളരെ വലിയൊരു അളവിൽ ശരീരത്തിലെത്തിയതാണ്. എന്നാൽ യാതൊരു ബലപ്രയോഗവും നടന്നിട്ടില്ല. മാത്രമല്ല, ശാരീരിക ബന്ധവും ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ യാതൊരുവിധ മുറിവുകളോ പാടുകളോ ഇല്ല. എന്നിട്ടും ഇതിലെ കൊലപാതക സാധ്യത ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് വിൽക്കുന്നതും വാങ്ങുന്നതും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കടകളിലും മറ്റും ഇത് വാങ്ങാൻ കിട്ടില്ല എന്നുള്ളതാണ്. വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ബലപ്രയോഗവുമില്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ എങ്ങനെ വിഷമെത്തും എന്ന എൻ്റെ സംശയത്തിന് അത് നിങ്ങൾ വേണം കണ്ടെത്താൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ബോഡി കണ്ടെത്തിയത് ഒരു പൊതുസ്ഥലത്തായതുകൊണ്ട് തന്നെ ഫോറൻസിക് ഫിംഗർ പ്രിന്റിംഗ് ടീമിന് കാര്യമായ തെളിവുകളൊന്നും നൽകാൻ അപ്പോൾ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് സ്റ്റേറ്റ്മെന്റ് തൽക്കാലം കൊടുക്കണ്ട എന്നും കൂടുതൽ അന്വേഷണങ്ങൾക്കായി എന്നെ നിയോഗിച്ചുകൊണ്ടും ആ യോഗം അവിടെ അവസാനിച്ചു. അങ്ങനെ യാതൊരു തെളിവോ തുമ്പോ ഇല്ലാതെ ഗായത്രിയുടെ മരണത്തിന്റെ പിന്നിലെ ചുരുളഴിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ജീവനക്കാരിയായിരുന്ന ഗായത്രി ന്യൂ ഇയർ അവധിക്ക് വീട്ടിലെത്തിയ ശേഷം 2-ാം തീയതി മടങ്ങിപ്പോകുന്ന വഴിക്കാണ് മിസ്സിംഗ് ആയതെന്ന് കൂടുതൽ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായി. സൈബർ സെല്ലിൽ നിന്നുള്ള വിവരമനുസരിച്ച് തിരുവല്ല ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ടവർ ലൊക്കേഷനിലാണ് ഗായത്രിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയത്. അതിൻ പ്രകാരം ആ പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡിലും മറ്റുമുള്ള CCTV ഫുട്ടേജ് പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഗായത്രിയുടെ കോൾ ലിസ്റ്റുകളും മെസ്സേജുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിരീക്ഷിച്ചെങ്കിലും ഗായത്രിക്ക് മറ്റു ബന്ധങ്ങൾ ഒന്നുമില്ലായിരുന്നു. അതോടുകൂടി ആ വഴിയും അടഞ്ഞു. 2 ആഴ്ചയോളം പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഞാൻ. മീഡിയ അവർക്കിഷ്ടമുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞു. അതോടുകൂടി എൻ്റെ മേലുള്ള പ്രഷറും കൂടി വന്നു. കൃത്യം ജനുവരി 18-ാം തീയതി എന്നെ തളർത്തിക്കൊണ്ട് മറ്റൊരു വാർത്ത കൂടിയെത്തി. ഗായത്രിയുടെ ബോഡി കിട്ടിയ സ്ഥലത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി മറ്റൊരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തിയിരിക്കുന്നു. മരിച്ചത് മാനാനം സ്വദേശി ലിൻഡ ജേക്കബ്, വയസ്സ് 24, കോട്ടയത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഫീസ് സ്റ്റാഫ്. ഗായത്രി കേസ് തന്നെ എങ്ങുമെത്താതെ നിൽക്കുമ്പോഴാണ് ഇതും കൂടി. ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അധികം വൈകാതെ തന്നെ ഞാൻ സ്പോട്ടിലേക്ക് തിരിച്ചു. ലിൻഡയുടെ ബോഡി കണ്ടപ്പോൾ തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു. ഗായത്രിയുടെ മരണവുമായി ഇതിന് ബന്ധമുണ്ടെന്ന്. കാരണം ഗായത്രിയുടെ ബോഡി കിട്ടിയതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ലിൻഡയുടെയും ബോഡി. ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനങ്ങളില്ല. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഉറപ്പിച്ചു. അവിടെ നിന്നും മറ്റു തെളിവുകളൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നെ ഒരേയൊരു പ്രതീക്ഷ ഡോക്ടർ മോഹനായിരുന്നു. ലിൻഡയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്നെ കണ്ട ഡോക്ടർ മോഹൻ എൻ്റെ അനുമാനം തെറ്റിച്ചില്ല. അദ്ദേഹത്തിന് പറയാൻ ഗായത്രിയുടെ അതേ കഥ തന്നെയായിരുന്നു. പക്ഷേ മോഹൻ മറ്റൊരു സംശയം കൂടി എന്നോട് പറഞ്ഞു. അതായത് ഗായത്രിയുടെ പോലെ തന്നെ ലിൻഡയിലും ശാരീരിക ബന്ധമുണ്ടായിട്ടുണ്ട്. പക്ഷേ ലിൻഡയുടെ കേസിൽ മറ്റൊരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതേ സംഭവം ഗായത്രിയുടെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുവെങ്കിലും അന്ന് അദ്ദേഹം അത് പറയാതിരുന്നത് ഒരുപക്ഷെ വിഷമുള്ളിൽ ചെന്ന് ബോധം പറഞ്ഞ സമയത്ത് സംഭവിച്ചതാകാമെന്ന് കരുതിയത് കൊണ്ടാണ്. അതും കൂടി ആയപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. ഇനിയും പലരും കൊല്ലപ്പെടും ഇതേ രീതിയിൽ. കാരണം താൻ തേടുന്നത് ഒരു അസാധാരണ ബുദ്ധിമാനായ, എന്നാൽ സാധാരണ മനുഷ്യരിൽ നിന്നും എന്തൊക്കെയോ മാനസിക വൈകൃതങ്ങളുള്ള ഒരു മനുഷ്യനെയാണ്. ഏത് കേസിലും ഒരു തെളിവെങ്കിലും പ്രതി ബാക്കി വയ്ക്കുമെന്ന ധാരണ തെറ്റിച്ചുകൊണ്ട് തൻ്റെ കൺമുൻപിൽ വരാതെ ഒളിച്ചു കളിക്കുന്ന ഒരു സീരിയൽ കില്ലർ. എങ്കിലും എൻ്റെ വിശ്വാസമനുസരിച്ച് ഓരോ കേസുകളിലും അതിലെ പ്രതികളും വ്യത്യസ്തരാണെങ്കിലും അവർ പോലും അറിയാതെ ദൈവത്തിൻ്റെ കൈകളാൽ അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കുള്ള പിടിവള്ളി എവിടെയോ എന്നെ കാത്തുകിടക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി മുൻപോട്ടുള്ള അന്വേഷണം തുടരാൻ ഞാൻ തീരുമാനിച്ചു. ആ പേജ് തീരുമ്പോൾ SP രാജൻ സക്കറിയ കൂടുതൽ ആവേശത്തോടെ ഡയറിയുടെ അടുത്ത പേജ് മറച്ചു. പിന്നീടുള്ള എൻ്റെ അന്വേഷണം മുഴുവൻ ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനാവശ്യമായി ഞങ്ങൾ കരുതുന്ന പോലെ ഒരു കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. അതിനായി ASI സോമനെ ഞാൻ ഏർപ്പാട് ചെയ്തു. കൊല്ലപ്പെട്ട 2 പേരും ഒരേ പ്രായക്കാർ എന്നതൊഴിച്ചാൽ
അവരെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ലായിരുന്നു എൻ്റെ മുൻപിൽ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ പിറ്റേ ദിവസം തന്നെ ഗായത്രിയുടെ വീട്ടിലെത്തി. മരണം കവർന്നെടുത്ത തൻ്റെ മകളെ ഓർത്ത് അപ്പോഴും അലമുറയിടുന്ന അവരുടെ അമ്മയുടെ മുഖത്ത് നോക്കി എന്തു പറയണമെന്നറിയാതെ ഞാൻ അല്പസമയം നിന്നു. ഏതൊരാശ്വാസവാക്കും അവരുടെ സങ്കടത്തിനെ മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഗായത്രിയുടെ അച്ഛൻ സുകുമാരനെയും കൂട്ടി ഞാൻ പുറത്തേക്കിറങ്ങി. അദ്ദേഹവുമായുള്ള സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഗായത്രിയെ കൊല്ലാനും മാത്രം വൈരാഗ്യമുള്ള ശത്രുക്കൾ ആരും തന്നെ അവർക്കില്ല എന്നത്. സ്വതവേ വളരെ അടക്കവും ഒതുക്കവുമുള്ള കൂട്ടത്തിലായിരുന്ന അവൾ എന്ത് കാര്യവും വീട്ടിൽ പറയുമായിരുന്നു. ഒരിക്കൽ പോലും ആരും ശല്യം ചെയ്യുന്നതായി അവൾ പറഞ്ഞിട്ടുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടുകൂടി കൂടുതൽ ചോദിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലായ ഞാൻ അവിടെ നിന്നും പോയത് ലിൻഡയുടെ വീട്ടിലേക്കാണ്. മരണത്തിന്റെ മൂകത തളം കെട്ടി നിൽക്കുന്ന ആ വീടിന്റെ പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത റോഡിലേക്ക് ഇറങ്ങിയ ഞാൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അതിൻ്റെ കാരണം ആ വീട് തന്നെയായിരുന്നു. 2 നിലയിൽ തീർത്ത വലിയൊരു ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന ലിൻഡ എന്തിന് ഒരു സാധാരണ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായി ജോലിക്ക് പോകണം? എൻ്റെ മനസ്സിലെ സംശയങ്ങൾ 1000 ഇരട്ടിയായി കലങ്ങി മറിയാൻ തുടങ്ങി. ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്ന എന്നെ കണ്ടതും ജേക്കബ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കലങ്ങി മറിഞ്ഞ അയാളുടെ കണ്ണുകൾ നിർജീവമായതുപോലെ തോന്നി എനിക്ക്. ഹലോ ജേക്കബ്, ഞാൻ CI പ്രദീപ് കുമാർ. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. ഞാൻ അയാൾക്ക് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പുറത്ത് കിടന്ന കസേരയിലേക്കിരുന്നു. ഒപ്പം അയാളും. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ലിൻഡ എന്തിനാണ് അങ്ങനെയൊരു ജോലിക്ക് പോയിരുന്നത്? എൻ്റെ ചോദ്യം കേട്ടതും അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അല്പസമയം ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന ശേഷം അയാൾ പതിയെ പറഞ്ഞു തുടങ്ങി. ഏകദേശം 1.5 വർഷത്തോളമായി സർ ഈ കുടുംബവും അവളുമായി യാതൊരു ബന്ധവുമില്ലാതായിട്ട്. അതിൻ്റെ കാരണം പഠിക്കുന്ന സമയത്ത് അവൾ ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലായിരുന്നു. ഒരിക്കൽ അത് അവൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞു. റിയൽ എസ്റ്റേറ്റും ബിസിനസ്സും ഒക്കെയായി നടക്കുന്ന എനിക്ക് ആ ബന്ധം തീരെ ഇഷ്ടമായില്ല. അന്വേഷിച്ചപ്പോൾ ഇടത്തരം കുടുംബവും പോരാത്തതിന് മറ്റൊരു മതത്തിൽപ്പെട്ടതുമായിരുന്നു ആ പയ്യൻ. ആ ബന്ധം നടക്കില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. മാത്രമല്ല മറ്റു ചില ആലോചനകൾ നോക്കാനും തുടങ്ങി. പക്ഷേ അവിചാരിതമായ ആ സമയത്ത് ആ പയ്യൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. എന്നാൽ അത് അപകടമല്ല, ഞാൻ ആരെയോ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് അവൾ വിശ്വസിച്ചു. തുടർന്ന് നടന്ന വഴക്കിൽ അവൾ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോയി. ഒരിക്കൽ പോലും ഞങ്ങളെ അവൾ വിളിച്ചില്ല. പലതവണ അവൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ കാണാൻ ചെന്നെങ്കിലും അവൾ ഞങ്ങളെ കാണാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. പറഞ്ഞു തീർന്നതും അയാളുടെ കണ്ണുനീർ കവളിലൂടെ ചാലിട്ടൊഴുകി. കുറച്ചു നിമിഷത്തെ മൗനം ഭേദിച്ചുകൊണ്ട് ഞാൻ അയാളോട് യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി. അഴിക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും ഊരാക്കുടുക്കാകുന്ന ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, വൈകുന്തോറും ആരുടെയൊക്കെയോ ജീവന് ആപത്താണെന്ന്. അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സോമന്റെ കോൾ എന്നെ തേടിയെത്തി. ഞാൻ സംശയിച്ച പോലെയുള്ള കേസുകൾ ഒരു സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അതിൻ്റെ മേലെ ഒരു അന്വേഷണം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ആ വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിന്റെ ശവപ്പെട്ടിയിലുള്ള അവസാനത്തെ അണിയായിരുന്നു. തീർത്തും നിരാശ എന്നിൽ പടർന്നു. എങ്കിലും പിറ്റേന്ന് രാവിലെ ഗായത്രിയും ലിൻഡയും പഠിച്ച കോളേജുകളിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനായി അനിത മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ നോർത്ത് SI സതീഷ്, മറ്റു 2 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഗായത്രി പഠിച്ച കോളേജിലെത്തി. അവിടെ നടത്തിയ അന്വേഷണത്തിൽ നിന്നും കോളേജിൽ ആരുമായും പ്രശ്നങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും അന്ന് അവളുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന രമ്യ, സന്ധ്യ എന്നീ പെൺകുട്ടികളെ കൂടി കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. കോളേജിൽ നിന്ന് വാങ്ങിയ അവരുടെ അഡ്രസ്സിൽ ഞങ്ങൾ അന്വേഷിച്ചെത്തി. തൊട്ടടുത്തായുള്ള വീടുകളിൽ താമസിക്കുന്നവരായിരുന്നതിനാൽ 2 പേരെയും ഒരുമിച്ച് നിർത്തിയാണ് ഞങ്ങൾ സംസാരിച്ചത്. കോളേജ് പഠനകാലത്ത് അധികം കൂട്ടുകാരൊന്നും അവൾക്കില്ലായിരുന്നു. കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. പക്ഷേ അവൾ അതെല്ലാം ഒഴിവാക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് മനസ്സിൽ ആരോടോ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ടും അവൾ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ടില്ല. ആരോടും ഒരു വഴക്കിന് പോലും പോകാത്ത ആളായിരുന്നു ആ പാവം. എന്നിട്ടും അത്രയും പറഞ്ഞപ്പോഴേക്കും രമ്യ പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. തിരിച്ചു മടക്കയാത്രയിൽ ഞങ്ങളുടെ വിഷയം ഗായത്രി പറയാതെ പോയ ആ ആളെ പറ്റിയായിരുന്നു. പക്ഷേ അതുറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. രമ്യ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ അതേ ആള് തന്നെ യാതൊരു ബന്ധവുമില്ലാത്ത ലിൻഡയെ എന്തിനു കൊല്ലണം?
അധികം വൈകാതെ തന്നെ ലിൻഡ പഠിച്ച കോളേജിലും ഞങ്ങളെത്തി. അവിടെ നിന്നും കാര്യമായ ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ഒരു പ്രണയമുണ്ടായിരുന്നത് ജേക്കബ് പറഞ്ഞ അപകടത്തിൽ മരിച്ച അതേ പയ്യനായിരുന്നുവെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു. അവിടെ നിന്നുള്ള മടക്കയാത്രയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. വിളിച്ചത് അനിത മാഡം ആയിരുന്നു. മറ്റൊരു പെൺകുട്ടി മിസ്സിംഗ് ആയിരിക്കുന്നു. മിസ്സിംഗ് ആയിരിക്കുന്നത് മരിയ. മരിയ രാജൻ സക്കറിയ. SP രാജൻ സക്കറിയയുടെ മകൾ. നിങ്ങൾ എത്രയും വേഗം എന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞതും ആ കോള് കട്ടായി. ഒരു നടുക്കത്തോടു കൂടിയാണ് ആ വാക്കുകൾ ഞാൻ കേട്ടത്. ആ പേജിലെ അവസാന വരികൾ വായിക്കുമ്പോൾ രാജൻ സക്കറിയയുടെ ചുണ്ടുകൾ വിറച്ചു. കൺകോടുകളിൽ നനവ് പൊടിഞ്ഞു. ഒപ്പം ദേഷ്യത്താൽ അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. വിറയാർന്ന കൈകളോടെ അയാൾ അടുത്ത പേജ് മറിച്ചു. ആ വാർത്ത കേട്ടതും അല്പസമയത്തേക്ക് എന്റെ ബുദ്ധിയും മനസ്സും ശൂന്യമായതുപോലെ ഞാനിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എന്താണ് കാര്യമെന്ന സതീഷിന്റെ ചോദ്യമാണ് എന്നെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം എത്രയും വേഗം അനിത മാഡത്തിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ തിരിച്ചു. 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മാഡത്തിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും രാജൻ സക്കറിയ സാർ ഉൾപ്പെടെയുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരുന്നു. എത്രയും വേഗം മരിയെ കണ്ടെത്തണമെന്നും ഇതുവരെ പണമോ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെട്ട് ഒരു കോൾ പോലും വരാത്തതിനാൽ ഗായത്രി ലിൻഡ കേസിലെ പ്രതി തന്നെയാകാം ഇതിന്റെ പിന്നിലുമെന്നും ഞങ്ങൾ അനുമാനിച്ചു. അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അനിത മാഡം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. മറ്റു 2 പേരെയും കിട്ടിയ പോലെ മരിയയുടെ ബോഡിയും കിട്ടിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടി വരുമെന്നും. അന്ന് രാവും പകലും ഒരു സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സ് മുഴുവൻ മരിയയെ തേടിയിറങ്ങി. പക്ഷേ ആർക്കും അവളെ കണ്ടെത്താനോ എന്തെങ്കിലും ഒരു സാധ്യതയോ തെളിവോ നൽകാനോ സാധിച്ചില്ല. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും എന്താണോ ഭയന്നത് അതുതന്നെ സംഭവിച്ചു. മരിയയുടെ ബോഡി പാലയോടടുത്ത് ഒരു പള്ളിയുടെ കുറച്ചു മാറി റോഡ് സൈഡിൽ നിന്നും കണ്ടെത്തി. മുൻപുള്ള കേസുകളിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെ അതുപോലെ തന്നെ. മകളുടെ മരണം മാനസികമായി തളർത്തിയ രാജൻ സക്കറിയ സാർ അധികം വൈകാതെ തന്നെ അവധിയിൽ പോയി. അതോടുകൂടി പ്രശ്നം ഗുരുതരമായി. മാധ്യമങ്ങളും പൊതുജനവും പോലീസിനെതിരെ തിരിഞ്ഞു. അന്വേഷണ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നുമൊക്കെയുള്ള ശക്തമായ ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നുമുണ്ടായി. സർവീസിൽ കയറിയിട്ട് ആദ്യമായാണ് അന്വേഷിച്ചൊരു കേസ് എങ്ങുമെത്താതെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായത്. അതെന്നെ ശരിക്കും തളർത്തിയെന്നതായിരുന്നു സത്യം. പക്ഷേ മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ എവിടെയോ എന്തോ ഒന്ന് ഞാൻ മിസ് ചെയ്തു എന്ന്. അതെവിടെയാണെന്ന് മാത്രം എനിക്കൊരു ഊഹവും കിട്ടിയില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മനസ്സുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. ഇനിയൊരിക്കലും ജോലിയിൽ തുടരില്ല എന്നത്. അത് സൗമ്യയോട് പറയാനായി മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ അലമാരയിൽ അവളുടെ പഴയ ഏതോ ഒരു സർട്ടിഫിക്കറ്റ് തിരയുകയായിരുന്നു. പതിവില്ലാതെ എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ടാവണം എന്തു പറ്റിയേട്ടാ എന്നുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ മനസ്സാകെ വിങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങാൻ തിരിഞ്ഞപ്പോഴാണ് അലമാരയിൽ നിന്നും അവൾ വലിച്ചു വാരിയിട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന ഒരു ഫയൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെറുതെയെങ്കിലും ഞാൻ അതെടുത്ത് തുറന്നു. അതിലെ കേസ് ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ വിടർന്നു. ഒരു സാധ്യത എൻ്റെ മുൻപിൽ തെളിഞ്ഞു. 3 വർഷങ്ങൾക്ക് മുമ്പ് കടംതുരുത്തി SI ആയി സർവീസിൽ കയറിയ സമയത്ത് നടന്ന ഒരു മോഷണശ്രമ കേസിന്റെ അനൗദ്യോഗിക ഫയലായിരുന്നു അത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ മോഷണശ്രമം നടന്നത് ഒരു പള്ളി സിമിത്തേരിയിലായിരുന്നു എന്നതാണ്. ആ പള്ളിയുടെ വകാംഗമായ പ്ലാന്റർ ജോൺസന്റെയും ഗ്രേസിയുടെയും ഒരേയൊരു മകൾ ഏഞ്ചൽ ജോൺ. ജന്മനാ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും അവൾ മിടുക്കിയായിരുന്നു. ആരു കണ്ടാലും നോക്കിപ്പോകുന്ന സൗന്ദര്യമുള്ളത് കൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ആ ഇടവകയിൽ തന്നെയുള്ള മറ്റൊരു കുടുംബം അവരോട് ബന്ധം കൂടാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഏഞ്ചലിന്റെയും റോബിന്റെയും വിവാഹം ഉറപ്പിക്കപ്പെട്ടു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വിവാഹത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ വിധിയെല്ലാം തട്ടിത്തെറിപ്പിച്ചു. പെട്ടെന്നുണ്ടായ ശ്വാസതടസ്സത്തെ തുടർന്ന് അവൾ ബോധം കെട്ടു വീണു. വളരെ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെങ്കിലും അവൾ മരണപ്പെട്ടു. പിറ്റേന്ന് ഏഞ്ചലിന്റെ മൃതദേഹം പള്ളി സിമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു വിചിത്ര സംഭവം അരങ്ങേറി. അവളുടെ വിവാഹത്തിനെടുത്ത 50 പവൻ സ്വർണവും വസ്ത്രവും എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ജോൺ അവളെ അടക്കം ചെയ്യും മുമ്പ് ശവപ്പെട്ടിയിൽ നിക്ഷേപിച്ചു. പിറ്റേ ദിവസം സിമിത്തേരി വൃത്തിയാക്കാൻ വന്ന ചിലർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഏഞ്ചലിനെ അടക്കം ചെയ്ത കുടുംബക്കല്ലറയിലെ മൂടി ഭാഗത്തെ സിമന്റ് ഇളകി കിടക്കുന്നു. ആരോ അത് തുറക്കാൻ ശ്രമിച്ച പോലെ.
അവർ അത് എത്രയും വേഗം പള്ളി വികാരിയെ അറിയിച്ചു. അധികം താമസിയാതെ എന്നെയും. അവിടെ എത്തിയ എനിക്കും അവർ പറഞ്ഞത് തള്ളിക്കളയാൻ തോന്നിയില്ല. അങ്ങനെ കല്ലറ വീണ്ടും തുറക്കാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത ശേഷം ഏഞ്ചലിന്റെ ശവപ്പെട്ടി വീണ്ടും പുറത്തെടുത്തു. അത് പരിശോധിച്ചെങ്കിലും അതിൽ നിന്നും ഒന്നും തന്നെ മോഷണം പോയിരുന്നില്ല. മരിച്ചുപോയ മകളെ ഒരു വാർത്ത ആക്കാൻ താല്പര്യമില്ലാതിരുന്ന ജോൺ പരാതിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അങ്ങനെ ആ കേസ് നിയമപരമായി അവിടെ അവസാനിച്ചു. പക്ഷേ എന്റെ മനസ്സെന്തുകൊണ്ടോ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ സിമിത്തേരി പരിസരത്തൊക്കെ ഞാനൊന്ന് തിരഞ്ഞു. എന്റെ പ്രതീക്ഷ തെറ്റിക്കാതെ ചെറിയൊരു കുറ്റിക്കാടിന്റെ അകത്തു നിന്നും എനിക്കൊരു മൊബൈൽ ഫോൺ കിട്ടി. അതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചിറങ്ങിയ ഞാൻ ആളെ കണ്ടെത്തി. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന വിക്ടർ എന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. സ്വർണമെടുക്കാൻ വേണ്ടിയായിരുന്നു കല്ലറ തുറക്കാൻ ശ്രമിച്ചതെന്നും പക്ഷേ മറ്റെന്തോ ശബ്ദം കേട്ട് ഭയന്നു പോയ അവൻ അവിടെ നിന്നും ഓടിപ്പോകുകയായിരുന്നു എന്നതായിരുന്നു അവന്റെ മൊഴി. അത് പറയുമ്പോൾ മുഴുവൻ അവൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അവനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവന്റെ അപ്പച്ചൻ ചെറുപ്പത്തിലെ മരിച്ചുപോയെന്നും അമ്മ ഏതോ ഒരു വീട്ടിൽ അടുക്കള പണിയെടുത്തുമാണ് അവനെ പഠിപ്പിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റ്. അത് വീണ്ടും വലുതാക്കി അവന്റെ ഭാവി കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുമാത്രമല്ല, കേസ് രജിസ്റ്റർ ചെയ്യാതെയുള്ള അന്വേഷണമായിരുന്നതിനാൽ അവനെ ഞാൻ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയും ചെയ്തു. ആ ഫയൽ ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉരുത്തിരിയാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഡോക്ടർ മോഹന്റെ സംശയം കൂടി കൂട്ടി വായിച്ചപ്പോൾ അതൊരു സാധ്യതയായി എൻ്റെ മുൻപിൽ തെളിഞ്ഞു. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. ഇപ്പോഴത്തെ 3 പേരുടെ കൊലപാതകം എന്തിനു വേണ്ടിയെന്നും അറിയണം. അതിന് അവരെ 3 പേരെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന എന്തോ ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചു. അതെന്താണെന്ന് കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നും ഞാൻ അനുമാനിച്ചു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ സതീഷിനെയും കൂട്ടി ഞാൻ കടംതുരുത്തിക്ക് പുറപ്പെട്ടു. എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനായി. ഏകദേശം 1.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കടത്തുരുത്തിൽ എത്തിച്ചേർന്നു. പഴയ ഓർമ്മകളൊക്കെ വെച്ച് അധികം വൈകാതെ തന്നെ ഞങ്ങളന്ന് വിക്ടറും അവന്റെ അമ്മയും താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നാൽ ഞങ്ങൾ അവിടെ കണ്ടത് പഴയ ആ ചെറിയ കുടിലായിരുന്നില്ല. പകരം അത്യാവശ്യം വലിയൊരു വീടായിരുന്നു. കുറച്ചുനേരം സംശയിച്ചു നിന്ന ശേഷം ഞങ്ങൾ ഇരുവരും ഗേറ്റ് കടന്നകത്തേക്ക് ചെന്നു. 1-2 തവണ കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും ഒരു മധ്യവയസ്കൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ആ സമയത്ത് പോലീസ് വേഷത്തിൽ ഞങ്ങളെ കണ്ടതുകൊണ്ടാകാം അദ്ദേഹം പരിഭ്രമത്തോടെ അകത്തേക്ക് നോക്കി മോനെ എന്ന് നീട്ടി വിളിച്ചു. എന്താ സാർ വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെ ഒരു വിറയലുണ്ടായിരുന്നു. ഏയ്, പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. സതീഷ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മകൻ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. സമയം ഒട്ടും കളയാതെ തന്നെ ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടന്നു. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ എന്നൊരു പയ്യനും അവന്റെ അമ്മയുമല്ലേ താമസിച്ചിരുന്നത്? പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ? അവരിപ്പോൾ എവിടെയാണെന്നറിയാമോ? അവരിരുവരോടുമായി ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. സർ, ഈ വസ്തു അവർ ഞങ്ങൾക്ക് വിറ്റതാണ്. വളരെ പെട്ടെന്നായിരുന്നു ഈ കച്ചവടമൊക്കെ നടന്നത്. അവർക്ക് പെട്ടെന്ന് എന്തോ പൈസയ്ക്ക് അത്യാവശ്യമുണ്ടെന്നും ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറുകയാണെന്നും പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വസ്തു വാങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി വീട് വെക്കുകയായിരുന്നു. എന്നിട്ട് അവരെങ്ങോട്ടാ പോയതെന്നറിയോ? എൻ്റെ അടുത്ത ചോദ്യത്തിന് മുമ്പിൽ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അല്പസമയം നിന്നു. പിന്നെ പതിയെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അവരെങ്ങും പോയില്ല സർ. വസ്തു വാങ്ങിയതിൻ്റെ 2-ാം ദിവസം തന്നെ ഞങ്ങൾ വീട് പണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും കേട്ടത് ജോലി കഴിഞ്ഞ് വരുന്ന വഴി അവൾ പുഴയിൽ വീണു മരിച്ചു എന്ന വാർത്തയാണ്. അവള് കുറച്ചു ദൂരെയുള്ള 2-3 വീടുകളിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്ത ആ ചെറുക്കനെ പഠിപ്പിച്ചതൊക്കെ. പക്ഷേ എല്ലാം വെറുതെയായി പോയി. പിന്നീട് വിക്ടറിന് എന്ത് സംഭവിച്ചു? അവനെവിടെയാണിപ്പോൾ? കാര്യങ്ങളെല്ലാം എവിടെയൊക്കെയോ കൂട്ടിമുട്ടാൻ പോകുന്നുവെന്ന എൻ്റെ തോന്നലിൽ ചോദ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. അത് അതിലും വലിയ കഷ്ടമാണ് സർ. അവൻ്റെ അമ്മ മരിച്ചതോടുകൂടി അവൻ ആരുമില്ലാത്തവനായി. കയ്യിലാണെങ്കിൽ പൈസയും. അന്ന് ഈ വസ്തുവിൻ്റെ വിലയായി ഞങ്ങൾ നൽകിയ 8 ലക്ഷം രൂപ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതറിഞ്ഞു കുറച്ചുപേർ അവൻ്റെ കൂടെ കൂടി. കഞ്ചാവും മയക്കുമരുന്നും മദ്യമൊക്കെ ആയിട്ട്. അവസാനം അവനെ മുഴുഭ്രാന്തനാക്കി കിട്ടിയ പൈസയും കൊണ്ട് അവന്മാർ മുങ്ങി. സമയത്ത് മയക്കുമരുന്നൊന്നും കിട്ടാതായതോടുകൂടി അവൻ്റെ സമനില തെറ്റി. രാത്രിയായാൽ എൻ്റെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അവസാനം ഗതികെട്ട് നാട്ടുകാരെല്ലാം കൂടി അവനെ പിടിച്ചുകെട്ടി ഏതോ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ഏത് ഭ്രാന്താശുപത്രി? ആ ചോദ്യം ചോദിക്കുമ്പോൾ
എൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അതറിയില്ല സർ. പക്ഷേ മെമ്പർ ഗോപിയോട് ചോദിച്ചാൽ അറിയാം. അന്ന് അയാളും കൂടിയാ പോയത് അവനെയും കൊണ്ട്. വിക്ടറിന്റെ അമ്മ ജോലിക്ക് പോയിരുന്നത് ഏതൊക്കെ വീടുകളിലാണെന്ന് അറിയാമോ? അവസാന ചോദ്യമെന്നോണം ഞാൻ പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. സർ, അതിവിടെ അടുത്തുള്ള ഹരിതനഗറിലാണ്. ഏതൊക്കെ വീടാണെന്ന് അറിയില്ല. ഞാൻ പ്രതീക്ഷിച്ചെന്തൊക്കെയോ അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. തന്ന വിവരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗോപിയുടെ അഡ്രസ്സ് വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ഗോപിയുടെ വീട്ടിലെത്തി. അധികം കാര്യങ്ങളൊന്നും വിട്ടു പറയാതെ തന്നെ അയാളുടെ കയ്യിൽ നിന്നും അവർ വിക്ടറിനെ കൊണ്ടാക്കിയ സ്ഥലത്തിന്റെ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അയാൾ പറഞ്ഞതിന് പ്രകാരം അതൊരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു. അതിന്റെ നടത്തിപ്പുകാരൻ ഡോക്ടർ ജോസഫ് കുര്യൻ. അന്ന് ബാക്കിയുള്ള സമയം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. മനസ്സിൽ മുഴുവൻ ചോദ്യോത്തരങ്ങളുടെ വേലിയേറ്റവും കണക്കുകൾ കൂട്ടിക്കിഴിക്കലുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടാൻ ഞാൻ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ റെഡിയായ ഞാൻ സതീഷിനെയും കൂട്ടി ഡോക്ടർ ജോസഫ് കുര്യന്റെ അടുത്തേക്ക് പോയി. വളരെ വിശാലമായ ഏക്കർ കണക്കിന് വരുന്ന പറമ്പിന്റെ ഒത്ത നടുക്കായി വലിയൊരു കെട്ടിടം. ചുറ്റും മരങ്ങളും ചെടികളും. പല ഭാഗങ്ങളിലായി പൂത്തും കായ്ച്ചും നിൽക്കുന്ന പലവിധ പച്ചക്കറികൾ, പൂന്തോട്ടം നിറയെ ശലഭങ്ങളും പക്ഷികളും. മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ. യൂണിഫോമിലായതുകൊണ്ടാകാം, ഞങ്ങൾ കയറി വന്നത് കാണാതെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന തോട്ടം പണിക്കാരൻ പെട്ടെന്നുള്ള ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഒന്ന് ഞെട്ടി. അയാളിൽ നിന്നും ഡോക്ടറുടെ മുറി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഡോക്ടറുടെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. ഡോക്ടർ ജോസഫ് കുര്യന്റെ മുറിയിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം തിരക്കിട്ട എന്തോ ജോലിയിലായിരുന്നു. ഞങ്ങളെ കണ്ടതും പുഞ്ചിരിയോടെ അദ്ദേഹം ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അധികം മുഖവരയൊന്നുമില്ലാതെ തന്നെ ഞാൻ അയാളുടെ മുൻപിൽ ചോദ്യങ്ങളുടെ കെട്ടഴിച്ചു. ഡോക്ടർ, ഞങ്ങൾ വിക്ടറിനെ അന്വേഷിച്ചു വന്നതാണ്. ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടി. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അവനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയണം. അവനിപ്പോൾ എവിടെയാണുള്ളത്? എന്തായിരുന്നു അവന്റെ മാനസിക പ്രശ്നം? ഇത്രനാൾ അവനെ താങ്കൾ ചികിത്സിച്ചു? ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് ഞാൻ അയാളുടെ മറുപടിക്കായി കാതോർത്തു. അല്പസമയത്തിന് ശേഷം വലിയ ഭാവമാറ്റമൊന്നുമില്ലാതെ തന്നെ അയാൾ സംസാരിച്ചു തുടങ്ങി. അവനിവിടെ എത്തിയതു മുതൽ ഏകദേശം 2 വർഷത്തോളം എൻ്റെ ചികിത്സയിലായിരുന്നു. അവൻ്റെ അമ്മയുടെ മരണം അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു. അവരെ ആരെങ്കിലും കൊന്നതാകുമെന്ന് ആരോ അവനോട് പറഞ്ഞിരുന്നു. അവൻ്റെ മനസ്സ് അത് വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം ഡ്രഗ്സിനടിമയായ അവൻ പൂർണ്ണമായും ഒരു ഭ്രാന്തനായി മാറി. എന്നാൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റുകളുടെയും പരിചരണത്തിലൂടെയും അവനിലെ പഴയ മനുഷ്യനെ ഞാൻ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ 6 മാസങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും അസുഖം ഭേദമായ അവൻ ഇവിടെ നിന്നും പോയി. ഇവിടെ നിൽക്കാൻ ഞാൻ നിർബന്ധിച്ചെങ്കിലും അവൻ കൂട്ടാക്കിയില്ല. ഇനിയുള്ള ജീവിതം ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ ജീവിച്ചു തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇവിടെ നിന്നും പോയത്. അതിനുശേഷം അവനെപ്പറ്റി യാതൊരു വിവരവുമില്ല. വളരെ സൂക്ഷ്മതയോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുൻപിലേക്ക് ഡോക്ടർ ഷെൽഫിന്റെ ഉള്ളിൽ നിന്നും വിക്ടറിന്റെ ഫയൽ തപ്പിയെടുത്തു തന്നു. അവന്റെ അസുഖ വിവരങ്ങളും ചികിത്സാ വിവരങ്ങളുമെല്ലാം അതിൽ വ്യക്തമായി എഴുതിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിസ്ചാർജ് ഡേറ്റ് അതിന് താഴെയായി ഡോക്ടർ ജോസഫ് കുര്യൻ പ്ലാപ്പറമ്പിൽ എന്ന അദ്ദേഹത്തിന്റെ പേരും ഒപ്പും. വിക്ടറിന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി രോഗികളുടെ ഫോട്ടോ സാധാരണഗതിയിൽ സൂക്ഷിക്കാറില്ല എന്നതായിരുന്നു. ഡോക്ടറോട് നന്ദി പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ വീണ്ടും തിരികെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ആ ഫയലിൽ പറയാത്ത ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നം അവനുള്ളതായി ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്നുള്ള എൻ്റെ ആ ചോദ്യത്തിൽ ഡോക്ടറുടെ മുഖത്തുണ്ടായി പ്രകടമായ ഞെട്ടൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ കസേരയിലേക്ക് വീണ്ടും ഇരുന്നു. കാരണം അതുകൂടി അറിഞ്ഞാലേ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം പൂർത്തിയാകുള്ളൂ എന്നെനിക്കറിയായിരുന്നു. കുറച്ചു സമയം എന്തോ ആലോചിച്ചു നിന്ന ശേഷം ഡോക്ടർ പറഞ്ഞു തുടങ്ങി. അതൊരു പക്ഷേ എൻ്റെ തോന്നലാവാം. ആ സംഭവത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റിലുടനീളം ഞാൻ ശ്രദ്ധിച്ചെങ്കിലും അത്തരം സൂചനകളൊന്നും പിന്നീടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിട്ടുകളയുകയായിരുന്നു. അവനിവിടെ എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു സംഭവമാണ്. എല്ലാ രോഗികളെയും താമസിപ്പിക്കുന്ന മുറികളിൽ കുറച്ച് പുസ്തകങ്ങളും പത്രങ്ങളും മാസികകളും വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ എല്ലാത്തരം മാസികകളും ഉണ്ടാകും. ഒരു ദിവസം ഞാൻ റൗണ്ട്സിന് ചെന്ന സമയത്ത് അവൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ കാരണം കയ്യിൽ നിവർത്തിപ്പിടിച്ച ഒരു സിനിമ വാരികയിൽ അവൻ ഭ്രാന്തമായ രീതിയിൽ ഉമ്മ വയ്ക്കുകയായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിയത് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ മാസികയുടെ പേജിലേക്ക് നോക്കിയപ്പോഴാണ്.
ആ പേജിൽ മുഴുവൻ ആയിടയ്ക്ക് ഒരു ആക്സിഡന്റിൽ മരിച്ച ഒരു സിനിമാ നടിയുടെ മരണാനന്തര ചടങ്ങുകളുടെ ഫോട്ടോ ആയിരുന്നു. അവൻ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നതാകട്ടെ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ആ നടിയുടെ ഫോട്ടോയിലും. ആ നിമിഷം എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. അവൻ്റെ ഉള്ളിൽ ഒരു നെക്രോഫീലിയ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ അവിടെ കണ്ടു. ഡോക്ടർ അത് പറഞ്ഞ നിമിഷം ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ ഉള്ളിലെ കണക്കുകൂട്ടലുകൾ, ഡോക്ടർ മോഹന്റെ സംശയങ്ങൾ എല്ലാം ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്ടർ ജോസഫ് മറ്റെന്തെങ്കിലും ചോദിക്കും മുൻപേ ഞാൻ സതീഷിനെയും കൂട്ടി പുറത്തേക്ക് പാഞ്ഞു. വണ്ടി ഗോപിയുടെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സീറ്റിലേക്ക് തലചായ്ച്ച് കണ്ണുകളടച്ചു. മനസ്സിൽ അവസാന കണക്കുകൂട്ടലുകളോടെ. അധികം വൈകാതെ തന്നെ ഗോപിയും കൂട്ടി ഞങ്ങൾ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് രാജേഷിന്റെ അടുക്കിലേക്ക് പോയി. എനിക്കാവശ്യം ഗോപിയുടെ സഹായത്തോടെ വിക്ടറിന്റെ ഒരു ഛായാചിത്രം തയ്യാറാക്കുക എന്നതായിരുന്നു. 1-2 മണിക്കൂറുകളോളം നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ വിക്ടറിന്റെ സാമാന്യ ചായുള്ള ഒരു ചിത്രം തയ്യാറാക്കപ്പെട്ടു. ഒരിക്കൽ അവനെ കണ്ടിട്ടുണ്ടെങ്കിലും ആ മുഖം എനിക്കത്ര മനസ്സിലേക്ക് വന്നില്ല. അതൊരു ലുക്കൌട്ട് നോട്ടീസായി എല്ലായിടത്തും ഒട്ടിക്കാമെന്ന് സതീഷ് അഭിപ്രായം പറഞ്ഞെങ്കിലും ഞാൻ മറ്റൊരു വഴിയാണ് ആലോചിച്ചത്. അങ്ങനെ ഞങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്തു. ഒപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കാണുവാനില്ലെന്നും കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കണമെന്നുള്ള കുറിപ്പും ഒപ്പം എൻ്റെ മൊബൈൽ നമ്പറും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ആ ചിത്രവും. എന്താണ് എൻ്റെ ആക്ഷൻ പ്ലാൻ എന്നുള്ള വിവരവും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കകം തന്നെ അത് വൈറലാവുകയും ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. പലയിടത്തു നിന്നും കോളുകൾ വന്നെങ്കിലും അവിടുത്തെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത് വിക്ടർ അല്ലെന്ന് ഉറപ്പിച്ചു. അതേസമയം തന്നെ ഞാനും സതീഷും ഹരിത നഗറിലെത്തി വിക്ടറിന്റെ അമ്മ ജോലി ചെയ്തിരുന്ന 3 വീട്ടിലും കയറിയിറങ്ങി. എന്നാൽ പ്രത്യേകിച്ചൊന്നും തന്നെ അവർക്ക് പറയാനില്ലായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. അവിടെ നിന്നും മടങ്ങാൻ സമയം അവിടെ കണ്ട മറ്റൊരു വീട്. ആ കാഴ്ചയിലെ മനസ്സിലെ മറ്റൊരു സംശയം കൂടി ബലപ്പെട്ടു. ഒപ്പം എൻ്റെ മനസ്സിൽ ആ കഥയുടെ അത്ര വ്യക്തമല്ലാത്ത എന്നാൽ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു രൂപം ഉടലെടുത്തു. എൻ്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ തകർത്തുകൊണ്ട് ആ പകൽ കടന്നുപോയി. പിറ്റേന്ന് പുലർച്ചെ 3 മണിയോടുകൂടി എനിക്കൊരു ഫോൺ കോൾ വന്നു. വിളിച്ചത് ഒരു വിജയൻ, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അയാളുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി കുരിശുമല എന്നൊരു സ്ഥലമുണ്ട്. ഗ്രാമപ്രദേശമാണ് കൂടുതലും. റബ്ബർ എസ്റ്റേറ്റുകളും മറ്റുമുണ്ട്. മഴക്കോളുള്ളതിനാൽ അന്ന് പതിവിലും നേരത്തെ തന്നെ വിജയൻ ഭാര്യയും കൂട്ടി ടാപ്പിങ്ങിനായി പോയി. സാധാരണഗതിയിൽ അയാൾ ആ തോട്ടത്തിലേക്ക് 6 മണിക്ക് മുമ്പേ പോകാറില്ല. അതിന്റെ കാരണം പോകുന്ന വഴിക്ക് ഒരേക്കറോളം വരുന്ന ഭാഗം കാടുപിടിച്ച് കിടക്കുന്നതാണ്. അതിന്റെ നടുക്ക് പകുതിയോളം തകർന്ന ഒരു കെട്ടിടമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന വിദേശികളിൽ ചിലർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും പിന്നീട് അവിടെ പ്രേതബാധയുള്ളതായി നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പകല് പോലും ആരും ആ കോട്ടയുടെ ഭാഗത്തേക്ക് പോകാറില്ല. എന്നാൽ പുലർച്ചെ അയാളും ഭാര്യയും തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ആ കോട്ടയുടെ ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റിലെ ബൾബിൽ നിന്നും വരുന്ന മങ്ങിയ വെളിച്ചത്തിൽ അയാൾക്കത് വാട്സപ്പിൽ കണ്ട ആളാണെന്ന് നല്ല സംശയമുണ്ട്. എത്രയും വേഗം വരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കോള് കട്ടായത്. അയാൾ പറഞ്ഞ കാര്യങ്ങളും സ്ഥലത്തിന്റെ പ്രത്യേകതയും കൂടി ആയപ്പോൾ ഞാനതങ്ങ് ഉറപ്പിച്ചു. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ ഞങ്ങളുടെ സംഘം വിജയൻ പറഞ്ഞ സ്ഥലത്തേക്ക് കുതിച്ചു. അധികം വൈകാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ജാഗരൂകരായി ഞങ്ങൾ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെയായിരുന്നു. എങ്ങും കൂരിരുട്ട് നിറഞ്ഞിരുന്നു. ചീവീടുകളുടെ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് പോലെ എനിക്ക് തോന്നി. പൊടുന്നനെ ഞങ്ങളുടെ സമീപം മനസ്സിലാക്കിയ അവൻ രക്ഷപ്പെടാനായി പൊളിഞ്ഞുകിടന്ന ഭിത്തിയുടെ നേർക്കോടി. അടുത്ത നിമിഷം എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ലൈറ്റുകൾ ആ ഭാഗത്തേക്ക് ഒരുമിച്ച് തെളിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാനില്ലായിരുന്ന ഞാൻ പൊടുന്നനെ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാൽമുട്ടിന് താഴേക്ക് 2 തവണ വെടിയുതിർത്തു. ഒരു ആർത്തനാദത്തോടെ താഴേക്ക് വീണ അവന്റെ മേലേക്ക് ബാക്കിയുള്ളവർ ചാടി വീണു. അലറി വിളിക്കുന്ന അവന്റെ കയ്യിൽ വിലങ്ങണിയിച്ച ശേഷം അവനെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ജീപ്പിലെത്തിച്ചു. എത്രയും വേഗം അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുവാനും ഒപ്പം ഏതെങ്കിലും ഡോക്ടറിനെ അവിടേക്ക് എത്തിക്കാനും ഏർപ്പാട് ചെയ്ത ശേഷം ഞങ്ങൾ കുറച്ചു പേർ വീണ്ടും അകത്തേക്ക് കയറി. ഒരു ആർത്തനാദത്തോടെ താഴേക്ക് വീണ അവന്റെ മേലേക്ക് ബാക്കിയുള്ളവർ ചാടി വീണു. അലറി വിളിക്കുന്ന അവന്റെ കയ്യിൽ വിലങ്ങണിയിച്ച ശേഷം അവനെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ജീപ്പിലെത്തിച്ചു. എത്രയും വേഗം അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകാനും ഒപ്പം ഏതെങ്കിലും ഡോക്ടറിനെ അവിടേക്ക് എത്തിക്കാനും ഏർപ്പാട് ചെയ്ത ശേഷം
ഞങ്ങൾ കുറച്ചുപേർ വീണ്ടും അകത്തേക്ക് കയറി. സൂക്ഷ്മമായുള്ള പരിശോധനയിൽ ഞങ്ങൾക്ക് വിലപ്പെട്ട പല തെളിവും അവിടെ നിന്ന് ലഭിച്ചു. അതോടുകൂടി കഥയുടെ രൂപം കുറച്ചുകൂടി എൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. മറ്റു ചിലരെ കൂടി എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കാൻ സതീഷിനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും വിക്ടറിന്റെ അടുത്തേക്ക് മടങ്ങി. അവന്റെ കുമ്പസാരം കേൾക്കാനായി. ആ പേജ് അവസാനിച്ചതും രാജൻ സക്കറിയ ഉദ്യോഗത്തോടെ അടുത്ത പേജ് മറിച്ചു. എന്നാൽ അത് ശൂന്യമായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പേജുകളും. മുഖത്തേക്ക് ഇരച്ചു കയറിയ ദേഷ്യം അയാളുടെ മുഖത്ത് കൂടുതൽ രക്തവർണ്ണമാക്കി. മേശയിലിടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, പ്രദീപ്. അതൊരു അലർച്ച പോലെ പുറത്തിരുന്ന പ്രദീപിന്റെ കാതുകളിൽ വന്നുലച്ചു. രാജൻ സക്കറിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രദീപ് കുമാറിന്റെ മുഖത്ത് തെല്ലും ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. മുഖത്തേക്ക് ഇരിച്ചു കയറിയ ദേഷ്യമടക്കാൻ പാടുപെടുന്ന രാജൻ സക്കറിയെ നോക്കി അയാളൊന്ന് ചിരിച്ചു. പിന്നെ പതിയെ സംസാരിച്ചു തുടങ്ങി. സർ, ഞാനിവിടേക്ക് ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞു അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ആ സമയത്തൊന്നും സ്വന്തം മകളുടെ കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നതെന്നറിഞ്ഞിട്ടും നിങ്ങളിൽ ഇത്തരം വികാരപ്രകടനങ്ങൾ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. പിന്നെ പെട്ടെന്നെന്താണ് സർ ഒരു മാറ്റം? അല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ കാരണവും ഞാൻ തന്നെ പറയാം. അതുകൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ ഫയൽ ക്ലോസ് ചെയ്യാൻ കഴിയൂ. പ്രദീപ് കുമാറിന്റെ വാക്കുകൾ കേട്ട് രാജൻ സക്കറിയയിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാളുടെ ചോദ്യം കേട്ട് പ്രദീപ് ഒന്ന് ചിരിച്ചു. കാരണം നിങ്ങൾ പണ്ടെന്നോ ചെയ്തു വെച്ച ഏതോ ഒന്നിന്റെ ബാക്കിയാണ് മരിയയുടെ കൊലപാതകം എന്നുള്ളത്. വാട്ട്? നിങ്ങൾക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം മിസ്റ്റർ. അത് പറയുമ്പോൾ രാജൻ സക്കറിയുടെ മുഖം ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രദീപിൽ യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അയാളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി നിറഞ്ഞു നിന്നിരുന്നു. ഐ നോ സർ, പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾക്കിനി ഞാൻ ആ ബഹുമാനം തരില്ല. കാരണം നിങ്ങളൊരു ക്രിമിനലാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങളും ലിൻഡയുടെ അച്ഛൻ ജേക്കബുമായി മുൻപരിചയമുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത്? അത് മറച്ചു വെച്ചില്ലെങ്കിൽ പഴയ പല കഥകളും പുറത്തു വരുമെന്ന് നിങ്ങൾ രണ്ടുപേരും പേടിച്ചു അല്ലേ? പക്ഷേ ദൈവതമ്പുരാൻ നിങ്ങൾക്കെതിരായി പോയി. അത് കേട്ടതും രാജൻ സക്കറിയ ഒന്ന് ഞെട്ടി. അതിന് അതിന് എനിക്ക് അയാളെ അറിയില്ലല്ലോ. എന്ത് പോക്കൃത്തിനാ താൻ പറയുന്നേ? വിക്കി അയാളുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന മറുപടി കേട്ട് പ്രദീപ് പൊട്ടിച്ചിരിച്ചു. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി എത്രയൊക്കെ നിങ്ങൾ നിഷേധിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. ഇനി നിങ്ങൾക്കറിയണ്ടേ എങ്ങനെയാണ് അവരെല്ലാം കൊല ചെയ്യപ്പെട്ടതെന്ന്, എന്തിനു വേണ്ടിയായിരുന്നു എന്ന്? ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നേരിട്ട് അന്വേഷിച്ച ഒരു കൊലപാതക കേസുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടത് മധ്യവയസ്കരായ ദമ്പതികൾ. മക്കളെല്ലാം നല്ല നിലയിൽ അമേരിക്കയിൽ സെറ്റിലായപ്പോൾ ബാധിതായ അച്ഛനമ്മയ്ക്കും വലിയൊരു വീടും ഒപ്പം ഒരു ഹോം നേഴ്സിനെയും വെച്ചുകൊടുത്ത് അവർ കടമ തീർത്തു. അങ്ങനെയിരിക്കെയാണ് നിങ്ങളുടെ ബിനാമി കൂടിയായ ജേക്കബ് ഒരു വസ്തു കച്ചവടത്തിന്റെ കാര്യവുമായി നിങ്ങളെ വന്നു കണ്ടത്. കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്കും താല്പര്യമായി. കാരണം അവിടെ ഒരു റിസോർട്ട് വന്നാൽ കോടികൾ സമ്പാദിക്കാം. കുമരകത്ത് വാട്ടർ ഫ്രണ്ടേജോട് കൂടിയ 5 ഏക്കറോളം വരുന്ന സ്ഥലം ഉടമസ്ഥർ നേരത്തെ പറഞ്ഞ മധ്യവയസ്കർ. പക്ഷേ പ്രശ്നം, അവർ അത് വിൽക്കാൻ തയ്യാറല്ല. വലിയ തുക ഓഫർ ചെയ്തെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വഴങ്ങിയില്ല. ഒടുവിൽ മറ്റൊരു വഴി നിങ്ങൾ കണ്ടെത്തി, അവരെ അങ്ങ് ഇല്ലാതാക്കുക. ഇതുവരെ കറക്റ്റല്ലേ മിസ്റ്റർ രാജൻ സക്കറിയ? AC മുറിയിലെ തണുപ്പിനെ വകവയ്ക്കാതെ നെറ്റിയിൽ നിന്നും പൊടിഞ്ഞിറങ്ങുന്ന വിയർപ്പ് കണങ്ങളെ തുടച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അയാൾ കസേരയിലേക്ക് ഇരുന്നു. അല്പസമയത്തെ മൗനത്തിന് ശേഷം പ്രദീപ് തുടർന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കുറച്ച് സഹായികളുമായി ഹോം നേഴ്സ് ഇല്ലാത്ത സമയം നോക്കി ആ വീട്ടിൽ ചെന്ന് വളരെ വിദഗ്ധമായി തന്നെ ആ സാധുക്കളെ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചു. നിങ്ങൾക്ക് ആവശ്യമായ രേഖകളിലെല്ലാം ഒപ്പിടിവിച്ചു. വസ്തു നിങ്ങളുടെ പേരിലാക്കി. അതിനു വേണ്ടുന്ന സഹായങ്ങൾക്കായി നിങ്ങൾ ലക്ഷങ്ങൾ നൽകി രജിസ്ട്രാറെ വിലയ്ക്ക് വാങ്ങി. അവിടെ ഇന്നൊരു റിസോർട്ടുണ്ട് ജേക്കബിന്റെ മകളുടെ പേരിൽ. അതാണ് ജേക്കബ് എന്നോട് പറഞ്ഞ ബിസിനസ്. ആ കേസ് ഒരു ആത്മഹത്യയാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് നിങ്ങൾക്കത് സാധ്യമായില്ല. പക്ഷേ കുറുക്കനായ നിങ്ങൾ അതിനും ഒരു വഴി കണ്ടെത്തി. കുറച്ചു പണവും സ്വർണവും നിങ്ങൾ ആ ഹോം നേഴ്സിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നിങ്ങൾ തന്നെ അത് അവിടെ നിന്നും കണ്ടെത്തി. അതോടുകൂടി കേസ് കൊലപാതകമായി. ആവശ്യമായ തെളിവുകൾ നിങ്ങൾ കെട്ടിച്ചമച്ചു. അവർ പ്രതിയുമായി. ചെയ്യാത്ത കുറ്റത്തിന് അവർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിവിടെയും തീർന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. നിങ്ങളന്ന് ചെയ്തതിനെല്ലാം ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു എന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, വിക്ടറിന്റെ അമ്മച്ചി. അവരെയും നിങ്ങൾ തന്ത്രപരമായി ഒഴിവാക്കി. അതോടുകൂടി നിങ്ങൾ സേഫായെന്ന് വിശ്വസിച്ചു.
പക്ഷേ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം അവർ വിക്ടറിനോട് പറഞ്ഞിരുന്നു എന്നത്. അല്ല, എനിക്കൊരു സംശയം. അവർ എങ്ങനെ അതിന് ദൃക്സാക്ഷിയായി? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? സംശയത്തോടെ പ്രദീപ് രാജൻ സക്രിയയുടെ മുഖത്തേക്ക് നോക്കി. അത് ആ വീട്ടിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ അവർ അവിടെ വരുന്നതും ഭയന്നിറങ്ങി പോകുന്നതും കണ്ടു. പ്രദീപിന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അയാളത് പറഞ്ഞത്. കുറ്റബോധത്താൽ അയാളുടെ തല കുനിഞ്ഞു തന്നെയിരുന്നു. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ലിൻഡയും മരിയും കൊല്ലപ്പെട്ടതെന്നും ആർക്കു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്നും? ഉണ്ടാക്കിയ തന്തമാരുടെ കയ്യിലിരിപ്പിന് വില നൽകേണ്ടി വന്നത് ആ പാവങ്ങൾ. അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് പ്രദീപിന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഒരക്ഷരം മിണ്ടാതെ കുനിഞ്ഞിരിക്കുന്ന രാജൻ സക്രിയയുടെ മുഖത്തേക്ക് അയാൾ പുച്ഛത്തോടെ നോക്കി. ഇപ്പോഴും കുറച്ച് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു അല്ലേ? ആദ്യത്തേത് ഗായത്രി. പിന്നെ ഞാനെങ്ങനെ കൃത്യമായി ഇവിടേക്ക് എത്തി? അങ്ങനെ തുടങ്ങി ചില സംശയങ്ങൾ. എന്തായാലും അധികം താമസിയാതെ ആ സംശയങ്ങളും തീരും. അതിന് നമുക്ക് ഒരിടം വരെ പോകണം. മാന്യമായി എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഒരു അറസ്റ്റിനുള്ള ഫോർമാലിറ്റി ഞാൻ ഇപ്പോഴേ നോക്കും. അങ്ങനെയുണ്ടായാൽ ഇവിടെ നിന്ന് തന്നെ നാണം കെട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ എങ്ങനെയാ, പോവുകയല്ലേ? പ്രദീപിന്റെ ചോദ്യം കേട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ രാജൻ സക്രിയ തലയിളക്കി. ഓക്കെ, ഗുഡ്, എങ്കിൽ വാ. അല്പം കനത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് പ്രദീപ് കുമാർ പുറത്തേക്ക് നടന്നു. ഒപ്പം രാജൻ സക്രിയയും. മെയിൻ റോഡിലൂടെ പ്രദീപ് കുമാറിന്റെ ജീപ്പ് കുതിച്ചു പാഞ്ഞു. യാത്രയിലുടനീളം അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിറ്റിയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിന്റെ മുൻപിൽ ആ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി. വിശാലമായൊരു ഹാളായിരുന്നു അത്. ഒരു കോൺഫറൻസ് ഹാൾ എന്ന പോലെ വലിയ നീളത്തിലുള്ള മേശയും അതിനിരുവശങ്ങളിലും കസേരകളും നിരത്തിയിരുന്നു. പെട്ടെന്ന് ആ മുറിയുടെ ഒരു വശത്ത് നിന്നിരുന്ന ADGP അനിത വാസുദേവിനെയും ഡോക്ടർ മോഹനെയും മറ്റ് ഓഫീസേഴ്സിനെയും കണ്ട രാജൻ സക്രിയയുടെ മുഖം വിളറി വെളുത്തു. അവരുടെ അടുത്തേക്ക് ചെന്ന പ്രദീപ് സല്യൂട്ട് ചെയ്ത ശേഷം അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും ഇരുന്ന ശേഷം പ്രദീപ് അവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വലിയ 2 ഫയലുകൾ പ്രദീപിന്റെ മുൻപിൽ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു. എല്ലാവരെയും ഒന്നുകൂടി നോക്കിയ ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങി. എന്റെ മുൻപിലിരിക്കുന്ന ഈ 2 ഫയലുകൾ, അതിലൊന്ന് ഗായത്രി, ലിൻഡ, മരിയ എന്നിവരുടെ കൊലപാതക കേസിന്റെ പൂർണ്ണമായ അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങളും തെളിവുകളും സാക്ഷിമൊഴികളും പ്രതിപട്ടികയും അടങ്ങുന്നതാണ്. രണ്ടാമത്തേതാകട്ടെ ഇവരുടെ കൊലപാതകത്തിന്റെ മോട്ടീവായ മറ്റൊരു കൊലപാതകത്തിന്റെയും. ഇനി എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം എന്നാണ് നിങ്ങൾക്കറിയേണ്ടത്. അത് പറഞ്ഞു തുടങ്ങും മുമ്പ് കുറച്ചു പേരെ കൂടി ഇവിടെ എത്തിക്കാനുണ്ട്. എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് പ്രദീപ് കോൺസ്റ്റബിളിനെ നോക്കി കണ്ണു കാണിച്ചു. അത് കണ്ടതും തിടുക്കത്തിൽ അയാൾ പുറത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സതീഷ് ആ ഹാളിലേക്ക് കയറി വന്നു. അയാളുടെ ഒപ്പം വന്നവരെ കണ്ടവർ ഒന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അകത്തേക്ക് വന്ന എല്ലാവരെയും പ്രദീപ് ഇരിക്കുന്നവർക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് തുടർന്നു. ആദ്യം നിൽക്കുന്നത് 1-ാം പ്രതി വിക്ടർ. തൊട്ടടുത്ത് നിൽക്കുന്നത് ഡോക്ടർ ജോസഫ് കുര്യൻ പ്ലാമ്പറമ്പിൽ, 2-ാം പ്രതി. പിന്നെയുള്ളത് ജേക്കബ്, ലിൻഡയുടെ അച്ഛൻ. ഞാൻ പറഞ്ഞ 2-ാമത്തെ കേസിലെ 1-ാം പ്രതി നിങ്ങളോടൊപ്പം ഇരിക്കുന്ന SP രാജൻ സക്രിയ. അത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഞെട്ടേണ്ട മാഡം, അതാണ് സത്യം. കാര്യങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് രാജൻ സക്രിയ അവിടെ നിന്നും ഇങ്ങു വന്ന് നിൽക്കണം. കാരണം നിങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണ്. അത് കേട്ടതും രാജൻ സക്രിയ കസേര വിട്ടെഴുന്നേറ്റ് അപമാനഭാരം താങ്ങാനാകാതെ അയാൾ ജേക്കബിന്റെ അടുത്തേക്ക് വന്നു നിന്നു. ഒട്ടും സമയം പാഴാക്കാതെ പ്രദീപ് കാര്യങ്ങൾ എല്ലാവരോടുമായി വിശദീകരിക്കാൻ തുടങ്ങി. 3 കൊലകളും നടന്ന ശേഷം അവരുടെ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മോഹൻ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ഗായത്രിയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയം മാത്രമായിരുന്ന അത് മറ്റു 2 പേരുടെയും കാര്യത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അവരെ ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും, എന്നാൽ അത് അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അല്ല, മറിച്ച് മരിച്ചതിന് ശേഷമാണെന്നും. അതുകൊണ്ടാണ് ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു റേപ്പിന്റെയോ സാധ്യതയില്ലാതെ പോയതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് ചെയ്ത ആൾ തികച്ചും മാനസിക നില തെറ്റിയ ഒരാളാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അതായത് ഒരു നെക്രോഫീലിയ. മരിച്ചുപോയ ഒരാളുടെ ശവശരീരത്തിനോട് തോന്നുന്ന ലൈംഗികാസക്തി. അതാണ് ഈ പറയുന്ന നെക്രോഫീലിയ. ചിലർക്കത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് എതിർപ്പുണ്ടാകില്ല എന്ന കാരണമാണെങ്കിൽ, മറ്റു ചിലർക്ക് അത് മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അതൊരിക്കലും പിന്നീട് സാധ്യമാകില്ല എന്ന തിരിച്ചറിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെളിവല്ലായിരുന്നു. മരിയയുടെ ബോഡി കിട്ടിയ ശേഷം വളരെ യാദൃശ്ചികമായി
ഒരു പഴയ കേസ് ഫയൽ എൻ്റെ കയ്യിൽ കിട്ടുന്നതുവരെ. ആ കേസ് ഒരു സിമിത്തേരിയിൽ കല്ലറയിൽ നടന്ന മോഷണശ്രമമായിരുന്നു. എന്നാൽ മോഷ്ടിക്കപ്പെടേണ്ട സ്വർണം മോഷ്ടിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു കേസായില്ല. എങ്കിലും ഞാൻ ആ പ്രതിയെ കണ്ടെത്തി. അതായിരുന്നു വിക്ടർ. പക്ഷെ അന്ന് എന്തുകൊണ്ടോ അവനെ ഞാൻ വിട്ടയച്ചു. ഒരിക്കൽ കൂടി ആ കേസ് ഫയൽ വായിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഡോക്ടർ മോഹന്റെ വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ തോന്നിയ ഒരു സംശയം. ഒരുപക്ഷേ അന്ന് വിക്ടർ മോഷ്ടിക്കാനല്ല, മറിച്ച് മരിച്ചുപോയ പെൺകുട്ടിയുടെ മൃതശരീരം ശാരീരികമായി ഉപയോഗിക്കാനാണ് കല്ലറ പൊളിച്ചതെങ്കിൽ അതൊരു സാധ്യതയായി എൻ്റെ മുൻപിൽ തെളിഞ്ഞു. അങ്ങനെ ഞാൻ വിക്ടറിനെ അന്വേഷിച്ചിറങ്ങി. അന്വേഷണം ചെന്നെത്തിയത് ഡോക്ടർ ജോസഫ് കുര്യന്റെ സ്ഥാപനത്തിൽ. ഡോക്ടറെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ കരുതിയ പോലെ തന്നെ വിക്ടറിൽ ഒരു മാനസിക രോഗി കൂടി ഉണ്ടെന്ന്. അന്ന് അതെന്നോട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കേസ് പൂർത്തിയായതും ഡോക്ടർ ജോസഫ് കുര്യൻ രണ്ടാം പ്രതിയായതും. കാരണം ഡോക്ടർ ഉറപ്പിലായിരുന്നു അവൻ നെക്രോഫീലിയാണെന്നുള്ളതും കൊലപാതകത്തിന് ശേഷം 3 പെൺകുട്ടികളെയും ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉള്ള കാര്യം. അങ്ങനെ വിക്ടറിനെ പ്രതിയായി ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചു. പിന്നീട് എനിക്കറിയേണ്ടിയിരുന്നത് അവന്റെ മോട്ടീവായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ജോസഫ് കുര്യന്റെ ഹോസ്പിറ്റലിൽ നിന്നും നേരെ പോയത് വിക്ടറിന്റെ അമ്മ ജോലി ചെയ്തിരുന്ന വീടുകളിലായിരുന്നു. അതിന്റെ കാരണം അവന്റെ അമ്മയെ ആരോ കൊന്നതാണെന്ന് അവൻ രാത്രികളിൽ അലറി വിളിക്കാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാരുടെ മൊഴിയുണ്ടായിരുന്നു. ആ വീടുകളിൽ അന്വേഷണം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴാണ് അവിടെ ഞാൻ മറ്റൊരു വീട് കണ്ടത്. ആ വീടിന്റെ മതിലിൽ എഴുതിയിരുന്ന വീട്ടുപേര് പ്ലാമ്പറമ്പിൽ. വിക്ടറിന്റെ ഫയലിൽ ഡോക്ടർ ജോസഫ് കുര്യന്റെ പേര് ഒപ്പം കണ്ടത് ഞാൻ പെട്ടെന്നോർത്തു. അങ്ങനെ ആ വീടിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അവിടുത്തെ താമസക്കാരായിരുന്ന വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ടെന്നും പ്രതിയായ ഹോം നേഴ്സ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടുവെന്നും അറിഞ്ഞത്. ജോസഫ് കുര്യൻ അവരുടെ മകനായിരുന്നു. അമേരിക്കയിലായിരുന്ന അയാൾ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം തിരികെ പോയില്ല. അങ്ങനെയിരിക്കെയാണ് അപ്രതീക്ഷിതമായി വിക്ടറിനെ നാട്ടുകാർ ഡോക്ടറുടെ അടുത്തെത്തിക്കുന്നത്. ചികിത്സയുടെ ഇടയിൽ ജോസഫ് കുര്യൻ വിക്ടറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിലാദ്യത്തേത് വിക്ടറിന്റെ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് അവൻ പറയുന്നതിന്റെ കാരണമായിരുന്നു. അത് അവന്റെ അമ്മ കണ്ട ചില കാഴ്ചകളായിരുന്നു. അതായത് ജോസഫ് കുര്യന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് അവർ നേരിട്ട് കണ്ടു. പക്ഷെ അത് ചെയ്തത് ഹോം നേഴ്സ് അല്ല, പകരം രാജൻ സക്കരയും ജേക്കബും അവരുടെ ഗുണ്ടകളും. അത് കണ്ട നാൾ മുതൽ അവരെയും കൊല്ലുമെന്ന് അവർ ഭയന്നു. അങ്ങനെയാണ് അവർ അവിടുത്തെ വീട് വിറ്റു പോകാൻ തീരുമാനിച്ചത്. ഇത് അവനിൽ നിന്നും ജോസഫ് കുര്യൻ മനസ്സിലാക്കി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്ടർ സ്വബോധത്തിലല്ലായിരുന്നു. മാത്രമല്ല ജോസഫ് കുര്യൻ കൊല്ലപ്പെട്ടവരുടെ മകനാണെന്നും അവനറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കി ജോസഫ് കുര്യൻ വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി. അവന്റെ മനസ്സിലേക്ക് കൂടുതൽ വിഷം കുത്തിനിറച്ചു. മരിക്കേണ്ടത് രാജൻ സക്കരയും ജേക്കബുമല്ലെന്നും പകരം അവരുടെ പ്രിയപ്പെട്ട മക്കളാണെന്നും അയാൾ വിക്ടറിനെ പറഞ്ഞു പഠിപ്പിച്ചു. വിക്ടറിനെ തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥയിൽ അയാൾ കാര്യങ്ങൾ എത്തിച്ചു. അങ്ങനെ ഹോസ്പിറ്റൽ വിട്ട വിക്ടർ മനഃപൂർവ്വം തന്നെ ലിൻഡിയോടും മരിയോടും ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ബുദ്ധിപരമായി മൊബൈൽ ഉപയോഗിക്കാതെ നേരിട്ട് കാണുകയും സംസാരിക്കുന്നതുമായിരുന്നു അവന്റെ രീതി. പലപ്പോഴും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും സിനിമ പോലും കാണാൻ പോവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങളെത്തിയപ്പോൾ ജ്യൂസിൽ വിഷം ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ തന്നെ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ച വാഹനത്തിൽ അവരെ കടത്തിക്കൊണ്ടുപോയി ഉപയോഗിച്ച ശേഷം വാഹനവും ബോഡിയും 2 സ്ഥലങ്ങളിലായി റോഡിൽ ഉപേക്ഷിക്കും. പബ്ലിക് സ്ഥലങ്ങളിലാകുമ്പോൾ തെളിവുകൾ കിട്ടുക ബുദ്ധിമുട്ടാണെന്ന് അവനറിയായിരുന്നു. ഇനി ഗായത്രി, അവൾ ഈ ലിസ്റ്റിലുള്ള ആളല്ല. ഗായത്രിയുടെ സുഹൃത്തുക്കളുടെ മൊഴി പ്രകാരം അവൾ ആരോടും പറയാതിരുന്ന ഒരു പ്രണയമുണ്ടായിരുന്നു. അതായിരുന്നു വിക്ടർ. എന്നാൽ അമ്മയുടെ മരണശേഷം ഡ്രഗ്സിന് അഡിക്റ്റായി പോയ വിക്ടറിനെ പിന്നീട് ഒരിക്കലും അംഗീകരിക്കാൻ അവൾ തയ്യാറായില്ല. അവൾക്ക് അവനെ പേടിയായിരുന്നു. ഇനി ഒരിക്കലും അവളെ കിട്ടില്ല എന്ന അറിവും പകയുമാണ് അവനെ അവളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയ ഗായത്രിയെ തിരുവല്ലയിൽ വെച്ച് ബസ്സിൽ നിന്നും വിക്ടർ വിളിച്ചിറക്കുകയായിരുന്നു. അവസാനമായി സംസാരിക്കണമെന്നും ഇനിയൊരിക്കലും ശല്യമായി വരില്ല എന്നും അവൻ പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇറങ്ങി. സംസാരിക്കുന്നതിനിടയിൽ തന്ത്രപരമായി വിഷം ചേർത്ത ജ്യൂസ് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. ബോധം മറഞ്ഞ് അവളെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇവരുടെ 3 പേരുടെയും ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ വിഷം നിരോധിത പെസ്റ്റിസൈഡാണ്. ജോസഫ് കുര്യന്റെ അറസ്റ്റ് കഴിഞ്ഞ് അവിടെ നടത്തിയ തിരച്ചിലിൽ ആ പെസ്റ്റിസൈഡ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലും പരിസരത്തുമുള്ള കൃഷിയിടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുമുണ്ട്. അതേ പെസ്റ്റിസൈഡ് വിക്ടറിനെ അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ചു. എല്ലാവരെയും നോക്കിയ ശേഷം പ്രദീപ് കുമാർ ഒന്ന് നിർത്തി. ശേഷം മേശപ്പുറത്തിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഫയൽ കയ്യിലെടുത്തുകൊണ്ട് അയാൾ തുടർന്നു.
മാഡം, ഇതാണ് ഞാൻ പറഞ്ഞ ഇവരുടെ മോട്ടീവ്. കേവലം കുറച്ച് സ്ഥലത്തിന്റെ പേരിലാണ് രാജൻ സക്രിയയും ജേക്കബും ചേർന്ന് ജോസഫ് കുര്യന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. അത് നേരിട്ട് കണ്ടു എന്ന കുറ്റത്തിന് വിക്ടറിന്റെ അമ്മയെയും. എന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചതോ അവരുടെ മക്കൾ. അതും പോരാഞ്ഞിട്ട് അന്ന് ആ കേസ് അന്വേഷിച്ച് ഒരു പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കി കള്ളത്തെളിവുകളുടെ പിൻബലം പറ്റി ജയിലിലാക്കി. ഇവരെ പോലെയുള്ളവർ എന്നും നമുക്കൊരു കളങ്കമാണ്. ഇത് വീണ്ടും പുറം ലോകം അറിയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. പക്ഷേ ഇത് നമുക്ക് മറച്ചു വെക്കേണ്ടതില്ല. കാരണം അവരും ക്രിമിനൽസ് ആണ്. അധികാരത്തിന്റെ ബലത്തിൽ എന്തുമാകാമെന്ന അഹങ്കാരം, അതൊന്നു മാത്രമാണ് ഇതിവിടെ വരെ എത്തിച്ചത്. അതുപോലെ തന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും പ്രതികളുടെ ഏറ്റുപറച്ചിലിന്റെയും കുറ്റസമ്മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എല്ലാവരുടെയും മൊഴികളും രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതികൾ എല്ലാവരുടെയും കുറ്റസമ്മതം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് നാളെ രാവിലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് തന്റെ പോക്കറ്റിലിരുന്ന പെൻ ക്യാം രാജൻ സക്രിയയെ അയാൾ തൊട്ടു കാണിക്കാൻ മറന്നില്ല. പറഞ്ഞു തീർത്തുകൊണ്ട് പ്രദീപ് തന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ നോക്കി സല്യൂട്ട് ചെയ്തു. ഒരു നിമിഷം ആ മുറി തീർത്തും നിശബ്ദമായതും അനിത കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പ്രദീപിന്റെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കൈ പിടിച്ചു കുലുക്കി. വെൽ ഡൺ മിസ്റ്റർ പ്രദീപ്, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. ഒന്നിനു പുറകെ ഒന്നായി എല്ലാവരും പ്രദീപിനെ അഭിനന്ദിച്ചു. ഒപ്പം രാജൻ സക്രിയയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഏതാനും സമയത്തിന് ശേഷം പ്രതികളെ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റാൻ സതീഷിനോട് പറഞ്ഞ ശേഷം പ്രദീപ് ആ മുറി വിട്ട് പുറത്തേക്ക് നടന്നു. ജീപ്പിലേക്ക് കയറിയതും പെട്ടെന്ന് അയാളുടെ മൊബൈൽ റിംഗ് ചെയ്യാൻ തുടങ്ങി. സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിളാണ്. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. മൊബൈൽ ചെവിയിലേക്ക് ചേർത്തു. ഹലോ സർ, അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഒരു മിസ്സിംഗ് കേസുണ്ട്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നും മിസ്സായിരിക്കുന്നു എന്നാണ് പരാതി. ഞാനിതാ വരുന്നു. മറുപടി പറഞ്ഞ ശേഷം കോള് കട്ടാക്കി മൊബൈൽ അയാൾ സീറ്റിലേക്കിട്ടു. പെട്ടെന്ന് ഒരു മുരൾച്ചയോടെ ജീപ്പ് സ്റ്റാർട്ടായി. അടുത്ത നിമിഷം റോഡിലെ ചെമ്മണ്ണ് പറത്തിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ആ വാഹനം പ്രദീപിനെയും കൊണ്ട് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.